പ്രധാന വാർത്തയിലേക്ക്. പാലക്കാട് ആനക്കര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർക്ക് നേരെ കൊലവിളി നടത്തിയ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. മൊബൈൽ ഫോൺ പിടിച്ചുവെച്ചതിനായിരുന്നു അധ്യാപകർക്ക് നേരെ വിദ്യാർത്ഥി കൊലവിളി നടത്തിയത്. ഞാൻ അങ്ങനെ സ്വഭാവം വീഡിയോ കടത്ത് തേങ്ങ മാങ്ങച്ച കാട്ട് ഞാൻ പറയും ഇന്നതിന്റെ ഉള്ളിലിട്ട് മെന്റലായിട്ട് ഹരാസ്മെന്റ് വീഡിയോ എടുക്കണേ. സാറിനൊക്കെ ഇനി എവിടെങ്കിലും പുറത്ത് കിട്ടിയ തീർക്കും ഞാന് കൊന്നിട്ട് പറഞ്ഞ കൊന്നിട്ടും. ഇന്നെന്റെ ഫോൺ കൊണ്ടാ എന്റെ ഫോൺ കൊണ്ടാ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. പ്രസാദ്, ഒരുപക്ഷെ ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണ് വീഡിയോയിൽ പുറത്തു വന്നത്. അതിന് പിന്നാലെ വലിയ ചർച്ചകളും നടക്കുന്നുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായി മനസ്സിലാക്കുന്നു. വിശദാംശങ്ങൾ എന്താണ്? കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. സ്കൂളിൽ ഫോൺ കൊണ്ടുവരുതെന്ന് നേരത്തെ അധ്യാപകരെല്ലാം തന്നെ പറഞ്ഞതാണ്. എന്നിട്ടും ഫോൺ കൊണ്ടുവന്നതിനെ തുടർന്ന് അധ്യാപകർ ഈ ഫോൺ പിടിച്ചു വെച്ചിരുന്നു. ഇതേ തുടർന്നാണ് സ്കൂൾ വിദ്യാർത്ഥി അധ്യാപകന് നേരെ കൊലവിളി നടത്തിയിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം PTA യോഗം ഉണ്ടായിരുന്നു. PTA യോഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥിയെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇതിന് പുറമെ മറ്റ് നടപടികൾ സ്വീകരിക്കുന്നത് സംബന്ധിച്ച് അടുത്ത ദിവസവും തീരുമാനമെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. നേരത്തെ ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടുകൂടി തന്നെയാണ് ഈ വിഷയം വലിയ തോതിൽ ചർച്ചയായിട്ടുള്ളത്. പക്ഷേ രണ്ടു തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഇത്തരത്തിൽ പെരുമാറിയ ഒരു വിദ്യാർത്ഥിയെ അതിന് വീഡിയോ ചിത്രീകരിക്കാതെ തന്നെ അല്ലെങ്കിൽ അത്തരം വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിടാതെ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന അഭിപ്രായം വരുന്നുണ്ട്. എന്തായാലും ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കൊലവിളി ഉയർന്നത് ആളുകളിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് PTA ശക്തമായി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ വിദ്യാർത്ഥിക്കെതിരെ കർശന നടപടി വേണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മറ്റ് പോലീസിൽ പരാതി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ പ്രിൻസിപ്പൽ പറഞ്ഞിരുന്നെങ്കിൽ പോലും അത്തരമൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം PTA വീണ്ടും യോഗം ചേർന്ന് അങ്ങനെയുള്ള തീരുമാനത്തിലേക്ക് പോകണമോ എന്നത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനവും എടുക്കും. പാലക്കാട് നിന്നും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇപ്പോൾ വിദ്യാർത്ഥിക്ക് നേരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം.